അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ജോർജ് ബുഷ് ഗൾഫിലേക്ക്. വിർജീനിയയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഉടൻ ഇറാനിയൻ തീരത്ത് നങ്കൂരമിടുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ US പറഞ്ഞയച്ച അബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ആർ ഫോർഡ് വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് US നീക്കം. നേരത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിലേക്ക് US അയച്ച ജെറാൾഡ് ആർ ഫോർഡ് കപ്പലിനെതിരെ വ്യാപകമായ ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടിരുന്നു. ആക്രമണത്തിൽ കപ്പലിന്റെ വിവിധ ഭാഗങ്ങളിൽ കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുത്തതോടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമാനവാഹിനിയായ ജോർജ് ബുഷ് കപ്പൽ ഇറാനിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്ന വിവരം അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിനായുള്ള ഏത് നീക്കങ്ങളും കനത്ത രക്തച്ചൊരിച്ചിലിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്ന് ഇറാൻ നേതൃത്വം മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാനിലെ ഉന്നത നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. രാജ്യം കടുത്ത അനിശ്ചിതത്വത്തിലാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ജീവനോടെ ഇല്ലെന്നും രാജ്യത്തിന്റെ ഭരണ സംവിധാനം തകർന്നതായും മിയാമിയിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് പ്രിയോറിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കവേ ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ഇനി പരമോന്നതനല്ലെന്നും അദ്ദേഹം മരിച്ചുവെന്നും വ്യക്തമാക്കിയ ട്രംപ് പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ട ആയത്തുള്ള മുജ്തബ ഖമനേയിയും കൊല്ലപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടാകാമെന്ന സൂചനയും നൽകി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആശയവിനിമയ ശൃംഖലകളും പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നും സൈനിക ഉദ്യോഗസ്ഥരെല്ലാം വധിക്കപ്പെട്ടുവെന്നും ട്രംപ് പരിഹാസ രൂപേണ പറഞ്ഞു. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം 2-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ നാവികസേന കടലിന്റെ അടിത്തട്ടിലാണെന്നും വ്യോമസേന പൂർണ്ണമായും ഇല്ലാതായെന്നും അദ്ദേഹം പറഞ്ഞു. മിസൈൽ ശേഖരണങ്ങളും ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടതോടെ ഇറാന്റെ പ്രതിരോധ മേഖല നിശ്ചലമായിരിക്കുകയാണ്. പരമോന്നത നേതാവ് അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മുജ്തബ ഖമനേയി അധികാരം ഏറ്റെടുത്തതായി ഇറാൻ അറിയിച്ചിരുന്നെങ്കിലും യുദ്ധത്തിൽ പരിക്കേറ്റ അദ്ദേഹം ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡും മറ്റ് സൈനിക വിഭാഗങ്ങളും വ്യക്തമായ കേന്ദ്ര നേതൃത്വമില്ലാതെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് US ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ ചർച്ചകൾക്കായി യാചിക്കുകയാണെന്നും ഒരു കരാറിലെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി അറിയിച്ചു. ആക്രമണത്തിൽ വിമാനത്താവളത്തിന്റെ റഡാർ സംവിധാനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തെ തുടർന്ന് അടിയന്തര സംഘങ്ങളും ബന്ധപ്പെട്ട അധികാരികളും ഉടൻ സ്ഥലത്തെത്തി നടപടി ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ അബുദാബിയിൽ മിസൈൽ അവശിഷ്ടം പതിച്ച് 5 ഇന്ത്യൻ പ്രവാസികൾക്ക് പരിക്കേറ്റു. ഒമാനിലെ സലാല തുറമുഖത്തിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. ആണവ നിലയങ്ങളും സ്റ്റീൽ പ്ലാന്റുകളും ആക്രമിച്ചതിന് ഇസ്രായേലിലേക്കും ഗൾഫ് മേഖലയിലേക്കും ഇറാന്റെ കനത്ത ആക്രമണങ്ങൾ തുടരുകയാണ്. UAEയിലെ ഏറ്റവും പ്രധാന വ്യാപാര ലോജിസ്റ്റിക്സ് വ്യവസായ ഹബ്ബായ കെസാദിന് സമീപമാണ് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചത്. ഇവരുടെ പരിക്ക് നേരിയതും ഗുരുതരമല്ലാത്തതുമാണ്. ഗൾഫിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് തുടരുകയാണ് ഇറാൻ. ഒമാനിലെ സലാല തുറമുഖത്തിന് നേരെ പാഞ്ഞെത്തിയത് 2 ഡ്രോണുകൾ. ക്രെയിൻ സംവിധാനത്തിന് സമീപം സ്ഫോടനമുണ്ടായി ഒരാൾക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.